ഗായ്സ്, മൊഞ്ചന്മാരും മൊഞ്ചത്തിലുള്ള കാസർകോട്ടേക്ക് ഏവർക്കും സ്വാഗതം. ഏത് മൊഞ്ചന്മാർ? ഒരൊറ്റ മൊഞ്ചന്മാരെ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തതെന്ന് പറഞ്ഞാൽ ചൗക്കി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പമ്പിലായിരുന്നു. അതിൽ തന്നെ CNG ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്ത് അതിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ കോട്ടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പഴവും എഗ്ഗും കൂടി വെച്ചിട്ട് പ്രിപ്പറേഷൻ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ശേഷം ഞങ്ങളിങ്ങനെ യാത്ര പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞങ്ങൾ വേറൊരു പമ്പിൽ പോയിട്ട് പമ്പിൻ്റെ സൈഡിലൊരു ഹോട്ടൽ, ഒഴിഞ്ഞിട്ടൊരു ഹോട്ടലുണ്ടായിരുന്നു. ആ ഹോട്ടലിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഈ കാണുന്ന ദൃശ്യങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം എടുത്ത് മുട പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശേഷം പാത്രങ്ങളൊക്കെ അങ്ങനെ കേക്കിയതിന് ശേഷം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ടാണ് ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോണ്. അതിൽ വെള്ളം നിറച്ച് ചായപ്പൊടി ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു താകെയുള്ള ചെറിയ 2 ബോട്ടിൽ വെള്ളം, ഒരു ചെറിയ ഗ്യാസ് സ്റ്റവും ഒരു പാത്രവും ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ ചായ ഉണ്ടാക്കണം. മുട കഴിഞ്ഞതിന് ശേഷം ചായ പ്രിപ്പറേഷനിലാണ്. മുട ഒന്നെടുത്തപ്പോൾ പൊള്ളി, അതുകൊണ്ട് അവിടെ തന്നെ വെച്ച്. പിന്നെ നമ്മൾ ചെയ്യാൻ വിചാരിച്ച ചായപ്പൊടിയിൽ ചായപ്പൊടി കുറച്ച് കൂടിപ്പോയി, സ്ട്രോങ് ആയിപ്പോയി. പഞ്ചസാര ആണെങ്കിൽ ഒരു മിഡിൽ ലെവൽ അത്യാവശ്യം. എന്നിട്ട് 2 ഗ്ലാസ്സിലാക്കി ചായ, ബാക്കി ഉണ്ടായിരുന്നു. ഫുള്ളൊന്നും ആവശ്യം വന്നില്ല. ശേഷം ഞങ്ങളെല്ലാം കൂടി സെറ്റാക്കി ഫുഡൊക്കെ കഴിച്ച് മുടയും പായും കൂടിയാണ് കഴിച്ചത്. അതിൻ്റെ ഇടയിൽ കട്ടൻ ചായ, അതൊന്നും അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല ഫുഡ്. ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് അരിക്കാടി കോട്ട എന്ന് പറയുന്ന ഒരു കോട്ടയിലേക്കാണ്. ഇത് നമ്മുടെ ചൗക്കിയുടെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അധികം ദൂരമില്ല, ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഈ കോട്ടയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1500-1763 കാലഘട്ടങ്ങളിൽ കർണാടകയിലെ കേലടി നായകന്മാർ എന്നറിയപ്പെടുന്ന ആളുകൾ നിർമ്മിച്ചിട്ടുള്ള കോട്ടയാണിത്. അവർ ഇത് കൂടാതെ വേറെയും ചില കോട്ടകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ അവർ നിർമ്മിച്ച കോട്ടയാണിത്, അരിക്കാടി കോട്ട. ഇത് വേറൊരു പേര്, നമ്മളെ കുമ്പളക്കോട്ട എന്നൊരു പേരിലും ഈ കോട്ട അറിയപ്പെടുന്നുണ്ട്. കുമ്പളയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിലാണ് NH66 അടുത്ത് ദേശീയപാതക്കരികിലായിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ടയ്ക്ക് തൊട്ട് താഴെയായിട്ട് ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. പക്ഷേ നമ്മൾ അത് കണ്ടിട്ടില്ല. അത് നമുക്ക് അവിടെ പോകാനുള്ള ഒരു ടൈമും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കാരണം നമ്മൾ കൂടുതലായിട്ട് ഇവിടെ നിന്നിട്ടില്ല. ഈ കോട്ട ടിപ്പു സുൽത്താൻ്റെ കാലത്ത് നിർമ്മിച്ചതാണെന്നും ഒരു ചൊല്ലുണ്ട്. പിന്നെ 2015 ഒരു ഖനനം നടത്തിയിട്ടുണ്ട് ഇവിടെ. UGC കമ്മീഷൻ നടത്തിയൊരു ഖനനമായിരുന്നു. അതിൽ കുറച്ച് പ്രാദേശിക മൺപാത്രങ്ങൾ, ചൈനീസ് മൺപാത്രങ്ങൾ, പിന്നെ അവ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന അതിൻ്റെ അച്ചുകൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന രീതിയിൽ വന്ന് കാണാനുള്ളതായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. നമ്മുടെ ഒരു മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഇത് കാണാം. പെട്ടെന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ചെന്ന് വരില്ല. നമ്മളെ യാത്രയിൽ കണ്ട കുറച്ച് കാഴ്ചകളാണിത്. എന്ന് പറഞ്ഞാൽ നമ്മളെ റോഡിൻ്റെ പണികളും കാര്യങ്ങളും അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നുകൊണ്ടിരിക്കുന്നത്. ട്രാഫിക് നല്ലോണം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോൾ എല്ലാ റോഡുകളിലും പണി നടക്കുന്ന കാരണം എല്ലാ ഭാഗത്തും ഇതുപോലെ ഒരു കെട്ട് കാണാം നമുക്ക് സെൻട്രലായിട്ട്. അത് പിന്നെ റോഡിൻ്റെ പണി പിന്നെ എന്താ ചെയ്യുക, റോഡിന് പണി ഉണ്ടായാലല്ലേ. കാരണം നമുക്ക് 5 വർഷത്തിനുള്ളിൽ നമുക്ക് റോഡ് നല്ല രീതിയിൽ കാണണം. അതാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ രാജ്യത്തിന്റെ വികസനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയല്ലേ. എങ്ങനെ ചെയ്ത് നോക്കാതിരിക്കും? അപ്പൊ നമ്മൾ തന്നെയല്ലേ ഇവിടെ യാത്ര ചെയ്യുന്നത്. കുട്ടികളെ വായി നോക്കി എടുക്കുന്നത് ഇതെങ്ങനെ വികസനം എന്ന് പറഞ്ഞാൽ ഇതാണ്. കണ്ടില്ലേ, ഇത് നോക്കി എത്ര ഭംഗിയുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് പോണത്. ഫ്രൂട്ട്സ് ഭംഗിയല്ലല്ലോ നോക്കണത്, നമ്മൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് അല്ല. കാരണം അത് മാത്രല്ല, ടേസ്റ്റ് മാത്രല്ല, ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത. ഇത് ഞങ്ങൾ പോയപ്പോ കണ്ട ഏതോ ഒരു കടപ്പുറത്തിന്റെ പേരൊന്നും അറിയില്ല, പക്ഷെ ഇത് കണ്ടപ്പോ എന്തോ ഒരു ഓടിപ്പാഞ്ഞ് അതിന് കയറാൻ തോന്നി. ഈ സ്ഥലം കണ്ടപ്പോ ഇവനക്ക് കുറെ ക്യാമറ ട്രിക്സും അതിന്റെ ഷോട്ടും കാര്യങ്ങളൊക്കെ ഒരു മെന്റലിസം. അപ്പൊ ഒരു മെന്റൽ പോലെ മെന്റലല്ല ഇതെന്ന് പറഞ്ഞാല് ഒരു കലയാണ്. ആ കല എന്ന് പറഞ്ഞ ഒരു കലാകാരനാണ്. ആ കലാകാരന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ കുറച്ച് ഷോട്ട് എടുക്കുന്നുള്ളൂ നിങ്ങളെ കാണിക്കാൻ, രസിപ്പിക്കാൻ. അപ്പൊ എന്റെ ഷോട്ട് പോരാന്ന് പറഞ്ഞിട്ട് ഇവനെടുത്ത ഷോട്ടാണത്. പക്ഷെ അത് മിന്നൽ വേഗത്തിൽ അത് പോയതുകൊണ്ട് നമ്മളൊന്നും പറയില്ല. പിന്നെ നല്ല നല്ല കാഴ്ചകൾ കണ്ടില്ലേ, നല്ല നല്ല ഒരു നമ്മളെ നാട്ടിലൊക്കെ തന്നെയുള്ള, നമ്മളെ നാട്ടിൽ കാണുന്ന കുറച്ച് പാലകളും പുഴകളും ഒക്കെയാണ് ഉള്ളത്. അതിൽ എനിക്ക് പ്രത്യേകം തോന്നി. പിന്നെ നമ്മൾ അടുത്ത രംഗത്തേക്ക് വരികയാണ്. ഈ ഗേറ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് എവിടെയാണെന്നുള്ളത്. ഇതാണ് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും അറിയപ്പെടുന്ന ബേക്കൽ കോട്ട. ബേക്കൽ കോട്ടയിലുള്ള വഴിയാണിത്. നല്ല രസമുള്ള സ്ഥലമാണ്. ചോദിച്ചാല് കുറെ കോട്ടകൾ, കുറെ കല്ലുകളായിട്ട് ഇങ്ങനെ പണ്ടത്തെ ആൾക്കാർ എന്തൊക്കെയാ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്കറിയില്ല. ഈ ആശാൻ പറഞ്ഞുതരും.
കാസർഗോഡ് എന്ന് വെച്ചാൽ കോട്ടകളുടെ ഒരു നാടാണല്ലോ കാസർഗോഡ് കണ്ണൂർ ഏരിയ. അപ്പോൾ ഇവിടെ നമുക്ക് കൂടുതൽ ബീച്ച് ഇതുപോലെയുള്ള കോട്ടകളും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ടിക്കറ്റിന് പൈസ കൊടുക്കണം. അതുകൊണ്ട് ടിക്കറ്റിന് 25 റുപ്യ ഒരാൾക്ക് വെച്ചിട്ട്. ടിക്കറ്റിന് പൈസ എന്ന് പറഞ്ഞാൽ വിദേശികൾക്ക് 300 റുപ്യാണ്, നമുക്ക് ആകെ 25 റുപ്യ. ചെക്ക് അവിടെ ഇവിടെ 25 റുപ്യ എല്ലാവർക്കും കൊടുക്കണം. ഈ വഴിന്റെ ഇടയിൽ നിങ്ങൾ ഒരു അമ്പലം കണ്ട, ഈ കോട്ടയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ അമ്പലം കിടക്കുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇതിന്റെ തൊട്ടടുത്തുള്ള എൻട്രൻസിലേക്കാണ്. കാരണം അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, നല്ലതായ സെക്യൂരിറ്റി. അത് മേടിച്ച് സെക്യൂരിറ്റി ഉണ്ടാവും, നല്ലതും ചീത്തയും. എന്നാലും നല്ലൊരു ചങ്ങായിയാണ്. ഇവിടെ ഒരുപാട് അങ്ങനെ കാണാനൊന്നുമില്ല, നമ്മള് മെയിനായിട്ട് ഈ കോട്ട തന്നെയാണ്. പിന്നെ കുറെ കുട്ടികൾ, ഇതൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ട് കാണാൻ. ഞങ്ങൾ പോയപ്പോ ഞങ്ങൾ കുട്ടികളെ ഒന്നും കണ്ടിട്ടില്ല, ഞങ്ങൾ നല്ല വെയിൽ കണ്ടു. അത് ഞങ്ങൾ ഈ നട്ടുച്ചക്കാണ് അവിടെ എത്തിയത്. പിന്നെ കണ്ടില്ലേ, ഇതൊക്കെ നല്ല വീണ. ഈ ഒരു ഇതിനൊരു പ്രത്യേകത ഉണ്ട്, നമ്മളൊരു വീണ ഷേപ്പിലാണ് ഈ ഒരു കുളം അല്ലെങ്കിൽ ശത്രുക്കൾക്ക് ഇതിന്റെ ഉള്ളിൽ കൂടി എങ്ങനെ പോകാൻ പറ്റും എന്നൊക്കെ തോന്നുന്നു പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു, അതിൽ കൂടി കടലിക്കൊക്കെ എത്താന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അവിടെ പൂട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇത് ഇങ്ങനെ തടിയൊക്കെ കുറക്കാന്നുള്ള ലെവലില് കയറി ഞങ്ങളൊരു. ഇത് നമ്മുടെ എൻട്രൻസിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഇതാണ്. ഒരു നമ്മള് പണ്ട് കാലത്ത് സൈനികർ അവരെ യുദ്ധ പടയാളികളൊക്കെ ഉണ്ടാവില്ല, അവർക്ക് കയറി നിന്ന് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. പക്ഷെ എന്തായാലും നല്ല രസമുണ്ട്. അതിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് എല്ലാ ബ്യൂട്ടി ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അത് വേറൊരു അനുഭവമാണ്. പക്ഷെ ഈവനിങ് ടൈമിൽ പോകണം. ഇവിടെ നട്ടുച്ചയ്ക്ക് അവിടെ ഒരു പുല്ല് പോലും ഒരു കാക്കൊക്കെ ഇരിക്കാൻ പോലുള്ള സൗകര്യമില്ല അവിടെ. ഈ കോട്ടയുടെ തൊട്ടടുത്തായിട്ട് നല്ലൊരു കടലാണ്. പക്ഷേ ഓവറായിട്ട് തരയും കാര്യങ്ങളൊന്നും വരുന്നില്ല, കടൽ തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയാൽ നല്ലൊരു വ്യൂ കിട്ടും അവിടെ നിന്ന്. അത് ഒരു നല്ലൊരു ഭംഗിയായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് ഏരിയ കിടക്കുന്നുണ്ട് ഈ കോട്ട, ചെറിയൊരു ഏരിയ. ഈ കോട്ടേൻ്റെ ചരിത്രം ഒന്ന് പറഞ്ഞു കൊടുത്താ. ഈ കോട്ടൻ്റെ ചരിത്രം ഗൈസ് എനിക്കറിയില്ല, ഞാനൊന്ന് പഠിച്ചിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് ചെറിയ സമയം കൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഒന്ന് പഠിച്ചെടുത്തു. ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഹിരിയ വെങ്കട്ടപ്പ നായക എന്ന് പറയുന്ന ഒരു ആളാണ്. ഇതിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 400ഓളം ഇയർ ഓൾഡ് ഉണ്ട് കേട്ടോ. കാസർഗോഡ് സ്ഥിതി ചെയ്യുന്ന 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയതും മികച്ചതുമായ കോട്ടകളിലൊന്നാണെന്നാണ് പറയുന്നത്. പിന്നെ നല്ലൊരു വ്യൂ ഇപ്പോൾ കാണാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ ഇടയിലൂടെ നോക്കി കഴിഞ്ഞാൽ അവിടെ ഡോൾഫിൻ അങ്ങനെയുള്ള മീനുകളൊക്കെ ഇതിലൂടെ ഇങ്ങനെ ചാടി കളിച്ചതായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് അത്ര വിഷ്വൽസ് കിട്ടിയിട്ടില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ ഇവിടെ ഭീമാകാരമായ പീരങ്കികൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ കാണുന്നതാണ് അറബിക്കടൽ. അറബിക്കടലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതിൽ കണ്ടില്ലേ ഡോൾഫിൻ കാര്യങ്ങൾ ഒക്കെ ഇതിലുണ്ട്. കാസർഗോഡ് നിന്ന് ഏകദേശം 16 കിലോമീറ്റർ ദൂരമാണ് കേട്ടോ ഇങ്ങോട്ടുള്ളത്. എനിക്ക് കയറാൻ അറിയാതെ കഷ്ടപ്പെടുത്ത് പിടിച്ച് കയറിയിട്ടൊക്കെ ഉണ്ട്. ജസ്റ്റ് അതിൽ വിഷ്വൽസൊക്കെ കാണുന്നുണ്ട്, കണ്ടില്ലേ. കാരണം സേഫ് അല്ല, എന്നാലും പരമാവധി ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്യുക ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ. പിന്നെ ഏകദേശം നമുക്ക് വെള്ളിയാഴ്ച കാരണം ചുമക്ക് പോലുള്ള ടൈമായി. ഞങ്ങൾ നേരെ തൊട്ടടുത്ത് കിട്ടിയൊരു പള്ളിയിൽ തന്നെ പോയി. അവിടെ ഉള്ള ദൃശ്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് മാത്രം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ഞങ്ങൾ വീണ്ടും പോകുന്നത്. ഞങ്ങൾ കുറേ ഇങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ അത്യാവശ്യം നല്ലൊരു മല കാര്യങ്ങൾ കണ്ടു. ഒരു ഒഴിഞ്ഞൊരു പ്രദേശമാണ്. ആ പ്രദേശത്ത് കൂടി ഇങ്ങനെ ഒറ്റയ്ക്ക് ഞങ്ങൾ മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗൈസ് നമ്മൾ ഈ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് റാണിപുരം എന്ന് പറഞ്ഞ സ്ഥലത്തുകളാണ്. കേരളത്തിന്റെ കൂർഗ് എന്നറിയപ്പെടുന്നത് മാളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ റാണിപുരത്തിന് തൊട്ടടുത്തായിട്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നല്ല തണുപ്പാണ്. നമ്മളൊരു ഊട്ടി പോയ ഒരു വൈബാണ്. പക്ഷേ ഈ റൂട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം, കാരണം ചെറിയ റോഡുമാണ്, വണ്ടികൾ തീരെ ഇല്ലാത്ത റോഡ്. 10 കിലോമീറ്ററോളം ഞാൻ ആളും മനുഷ്യനൊന്നും ഇല്ലാത്ത ഏരിയയിലൂടെ ഞങ്ങൾ കടന്നുപോയി. അതെന്ന് പറഞ്ഞാൽ ആരും ഇല്ല അവിടെ, ഞങ്ങൾ മാത്രം. അത്രയും കഠിനമായ റൂട്ടിലൂടെ ഞങ്ങൾ സഞ്ചരിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കണത്. നമ്മൾ വയനാടൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുമല്ലേ 2 സൈഡും കാടായിട്ട് ചുരമൊക്കെ ആയിട്ട്, അതുപോലുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമ്മൾ ലാസ്റ്റ് ഏകദേശം ഇന്നത്തെ ട്രിപ്പ് അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ലാസ്റ്റ് ഈ ഒരു വ്യൂ പോയിന്റ് കണ്ടത്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭംഗിയുള്ള ഒരു ഏരിയ. സൺലൈറ്റ് ഒക്കെ ഇങ്ങനെ ഉള്ള പോലെ തോന്നുന്നു. ഒരു മല ഏരിയ, അതിൻ്റെ ഇടയിൽ കുറച്ച് കൃഷികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഒരു സാധാ നോർമൽ ഇടാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് കുറച്ച് ഈവനിങ് ടീ കുടിക്കാന്ന് വിചാരിച്ച് അതിന് ചായകളൊക്കെ കുടിച്ച് ഒരു നല്ലൊരു സ്പോട്ട്. മുട്ട മസാല ഒരു ചായയാണ് ഞങ്ങൾ കുടിച്ചത്. കുഴപ്പമില്ല, നല്ല കാണാനൊക്കെ ഭംഗി. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലെട്ടി, വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ദിവസത്തിന് ഊഞ്ഞി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളെ കുടുംബക്കാരായ എൻ്റെ അമ്മായിൻ്റെ വീട്ടിലേക്ക് പോയത്. അവിടെ അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ അവിടെ പോയിട്ട് സ്റ്റേ ചെയ്തു.